രാത്രികളിൽ നിങ്ങളെ കൂടാതെ മറ്റാരോ വീട്ടിലുണ്ടെന്നുള്ള തോന്നലുകൾ. രാത്രികളിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ വീടിനകത്താരോ നടക്കുന്ന ശബ്ദം കേൾക്കുക. എന്നാൽ ഇതിനേക്കാളൊക്കെ ഭീകരമായ 1974 ഡോറിസ് ബിദർ എന്നൊരു വീട്ടമ്മ തന്റെ കുടുംബമായി ഒരു പുതിയൊരു വീട്ടിലോട്ട് താമസം മാറുന്നു. വളരെ സന്തോഷമായി ജീവിച്ചിരുന്ന കുടുംബം, പക്ഷേ അന്ന് മുതൽ അവരുടെ വീട്ടിലോട്ടൊരു കരിനിഴൽ വീഴുകയാണെന്ന് തിരിച്ചറിഞ്ഞില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. രാത്രികാലങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളല്ലാതെ മറ്റാരോ ഉണ്ടെന്നുള്ള തോന്നൽ. രാത്രികളിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ വീടിനകത്ത് ആരോ നടക്കുന്ന ശബ്ദം കേൾക്കുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ ഭീകരമായൊരു കാര്യം, ശരീരമില്ലാത്തൊരു ശക്തി നിങ്ങളുടെ ദേഹത്ത് സ്പർശിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നില്ലേ? എന്നാൽ ഇതാണ് ഡോറിസ് ബിദർ എന്ന വീട്ടമ്മ അനുഭവിച്ചു കൊണ്ടിരുന്നത്. ദിവസങ്ങൾ കഴിയുന്തോറും ശബ്ദങ്ങൾ കേൾക്കുന്നതിൽ നിന്നും രൂപങ്ങൾ കാണുന്നതിലോട്ടായി കാര്യങ്ങൾ. ഡോറിസ് പറഞ്ഞതനുസരിച്ച് രാത്രികളിൽ അവരുടെ മുമ്പിലോട്ട് വളരെ വലിയ നിഴലുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ചിലപ്പോൾ അതൊന്ന്, ചിലപ്പോൾ 3. ഇതോടുകൂടി ഈ പ്രശ്നം പാരാനോർമൽ സൊസൈറ്റിയുടെ മുൻപിലെത്തി. അങ്ങനെ ബാരി ടാഫ്, കെറി ഗെയ്നോർ എന്നിവർ തങ്ങളുടെ സംഘവുമായി ഡോറിസിന്റെ വീട്ടിലെത്തുന്നു. അവർ ആ വീടിന്റെ മുക്കിലും മൂലയിലും ക്യാമറകളും ഡിവൈസുകളും സ്ഥാപിക്കുന്നു. പക്ഷേ ഡോറിസിനെ പരിപൂർണമായി അവർ വിശ്വസിച്ചിരുന്നില്ല. ഇതെല്ലാം ഡോറിസിന്റെ മനസ്സിന്റെ വിഭ്രാന്തിയാണെന്നായിരുന്നു അവരുടെ നിഗമനം. എന്നാൽ അവരുടെ നിഗമനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് അന്ന് രാത്രി ആ വീട്ടിൽ ഒരു സംഭവം നടന്നു. ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ നോക്കി നിൽക്കെ ഡോറിസിന്റെ മുൻപിൽ 7 അടിയോളം നീളത്തിലുള്ള ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. ശരീരമില്ലാത്ത ഒരേ ഒരു നിഴൽ. കണ്ടു നിന്നവരെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ക്യാമറകൾ തുരുതുര ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ആ ഫോട്ടോയിലെല്ലാം പലതരത്തിലുള്ള ലൈറ്റുകളും അവ്യക്തമായ രൂപങ്ങളും പതിയുകയുണ്ടായി. ഇന്നും അതെല്ലാം ഇന്റർനെറ്റിലും മറ്റുമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പാരാനോർമൽ സയൻസിന്റെ ലോകത്തെ ഒരു വഴിത്തിരിവായിരുന്നു അന്ന് ജനിച്ചത്. ചരിത്രത്തിൽ ഇന്നുവരെ ഇത്രയും തെളിവുകളുള്ള മറ്റൊരു പാരാനോർമൽ കേസും ഇതുവരെ ഉണ്ടായിട്ടില്ല. അന്ന് രാത്രി ഒരുപക്ഷെ ഡോറിസിനേക്കാൾ ഭയാനകം ആ ശാസ്ത്രജ്ഞർക്കായിരുന്നു. കാരണം അവർ കൊണ്ടുവന്നിരുന്ന പല ഡിവൈസുകളും തൽക്ഷണം പൊട്ടിത്തെറിക്കുകയുണ്ടായി. ആ നിഴലുകൾ ഡോറിസിനെ ആക്രമിക്കും എന്ന് കരുതിയിരുന്നപ്പോൾ അത് ആ ശാസ്ത്രജ്ഞർക്ക് നേരെയാണ് വന്നത്. ഇത് കണ്ട ഒരാൾ ആ സമയം തന്നെ ബോധം കെട്ട് വീഴുകയും മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ആ സംഭവത്തോടുകൂടി ശാസ്ത്രജ്ഞർ ഈ കേസ് ക്ലോസ് ചെയ്തു. ഇതിൽ തങ്ങൾക്കിനി ഒന്നും തന്നെ ചെയ്യാനില്ലെന്ന് അവർ എഴുതി കൊടുത്തു. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ഡോറിസ് ഒരു പ്രീസ്റ്റിനെ വിളിക്കാനോ എക്സോർസിസം നടത്താനോ തയ്യാറായില്ല. ഡോറിസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതായിരുന്നു. പിന്നീടും പല പ്രശ്നങ്ങളും ഉണ്ടായി. ശല്യങ്ങൾ കൂടിക്കൂടി വന്നു. അവസാനം ഗതികെട്ട് ഡോറിസ് ആ വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തോട്ട് മാറി. പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചെന്ന് വിചാരിച്ച് അവർ സമാധാനത്തോടെ പുതിയൊരു വീട്ടിലോട്ട് താമസം മാറി. എന്നാൽ ആ പുതിയ വീട്ടിൽ ആദ്യ രാത്രിയിൽ തന്നെ ഈ പ്രശ്നങ്ങൾ അവിടെ അവതരിച്ചു. അന്ന് ഡോറിസിനും ശാസ്ത്രത്തിനും ഒരു കാര്യം മനസ്സിലായി. പ്രശ്നങ്ങൾ ആ വീട്ടിലല്ല, മറിച്ച് ഇപ്പോൾ ഡോറിസിന്റെ ശരീരത്തിലാണ്. അതിനുശേഷം പല വീടുകൾ മാറി മാറി താമസിച്ചെങ്കിലും മരണം വരെ ഈ ചെകുത്താന്മാർ ഡോറിസിനെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ പഴയ ഫ്രീക്വൻസിയിലല്ലെന്ന് മാത്രം. വീടുകൾ മാറുന്തോറും ശല്യം കുറഞ്ഞു വരികയുണ്ടായി. അവസാനം വളരെ നേരിയ അളവിൽ മാത്രമായിരുന്നു ശല്യം. അതിനു കാരണം ഈ ചെകുത്താന്മാരുടെ സോഴ്സ് ആ പഴയ ഹോണ്ടഡ് ഹൗസ് തന്നെയായിരുന്നു. പക്ഷേ അതിനുടെ എൻറ്റൈറ്റി അറ്റാച്ച് ചെയ്തത് ഡോറിസിന്റെ ശരീരത്തിലാണെന്ന് മാത്രം. ഡോറിസ് അവിടെ നിന്ന് ദൂരത്തോട്ട് മാറുന്തോറും അവരുടെ ശല്യം, അവരുടെ ശക്തി കുറഞ്ഞു വന്നു. പക്ഷേ ഇതിനേക്കാളൊക്കെ വലിയൊരു സംശയം ശാസ്ത്രം ഇന്നും ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആ വീട്ടിലുള്ള ഡോറിസിന്റെ മക്കളെ ഇവർ ശല്യം ചെയ്തില്ല? ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു സംഭവമുണ്ട്, പെറോൺ ഫാമിലിയെ പറ്റി. അതായത് കോൺജറിങ് 1 സിനിമയിലെ കുടുംബത്തെ പറ്റി. ആ സംഭവത്തിൽ ഒരു കുടുംബത്തെ മൊത്തമായിരുന്നു ടാർഗറ്റ് ചെയ്തിരുന്നത്. അവരുടെ അമ്മയായിരുന്നു മെയിൻ ടാർഗറ്റ് എങ്കിലും കുട്ടികളെയും ശല്യം ചെയ്തിരുന്നു. എന്നാൽ ഡോറിസ് കേസിൽ ഡോറിസിനെ മാത്രമാണ് ശല്യം ചെയ്തിരുന്നത്. കുട്ടികളെ പരിപൂർണമായി വിട്ടുകളഞ്ഞിരുന്നു. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഈ സംഭവത്തിന് ഒരു ടൈലൻഡ് കൂടിയുണ്ട്. അന്ന് രാത്രി ഡോറിസിന്റെ വീട്ടിൽ നിന്നും ഓടിപ്പോയ ശാസ്ത്രജ്ഞർ തങ്ങളുടെ ലാബിലെത്തിയ അന്ന് രാത്രി
ഡോറിസിന്റെ വീട്ടിൽ നിന്നും ശേഖരിച്ച ഫോട്ടോഗ്രാഫ്സും ഫയലുകളും അവരുടെ മുമ്പിൽ വെച്ച് തനിയെ കത്തിയമരുകയുണ്ടായി. തീർന്നില്ല, പല സയന്റിസ്റ്റുകൾക്കും അവരുടെ വീടുകളിൽ വെച്ച് ഏതോ ഒരു അജ്ഞാത ശക്തി അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയുണ്ടായി. കഴിഞ്ഞില്ല, ഇനിയും ഒരു സംഭവം കൂടിയുണ്ട്. ഡോറിസിന്റെ കേസ് ഫേമസ് ആയതിനാൽ ഹോളിവുഡ് എൻറ്റൈറ്റി എന്ന പേരിൽ ഇത് സിനിമയാക്കുകയുണ്ടായി. ആ സിനിമ ഷൂട്ടിംഗ് ഡേയുടെ ഫസ്റ്റ് ഡേ തൊട്ട് അവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. അവരുടെ ക്യാമറകളെല്ലാം പ്രവർത്തനരഹിതമാവാൻ തുടങ്ങി. വില കൂടിയ ലൈറ്റ്സ് എല്ലാം ഒറ്റയടിക്ക് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. പക്ഷേ ഇതിനേക്കാളൊക്കെ ഭീകരമായൊരു കാര്യം, ഡോറിസായി അഭിനയിച്ചിരുന്ന പെൺകുട്ടിയെ ഏതോ ഒരു അജ്ഞാത ശക്തി കടന്നു പിടിക്കുകയും ആ സ്ത്രീ ഉറക്കെ ഒച്ച വെച്ച് ബഹളം വെച്ച് കരയുകയും ചെയ്തു. ഒരു പക്ഷേ ഡോറിസ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു പ്രീസ്റ്റിനെ വിളിച്ച് എക്സോർസിസം നടത്തിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല.